യേശുക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. വലിയൊരു കൂട്ടമായി നീക്കുന്ന ആട്ടിൻപറ്റത്തിൽ നിന്നും ഒരാട് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ശ്രദ്ധ മറ്റെന്തിലോ പതിച്ചിട്ടുണ്ടായിരിക്കണം. വഴിയരികിൽ കണ്ടുമുട്ടുന്നവയുടെ ബാഹ്യമൂടികളിൽ ആകൃഷ്ടരായി കൂട്ടം വിട്ടു പോകുന്നവർക്ക് പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ബോധ്യം ലഭിക്കുന്നത് വളരെ വൈകി ആയിരിക്കും. ആട്ടിൻ തോലിട്ട ചെന്നായയാണ് ശ്രദ്ധ തെറ്റിച്ച് തന്നെ കൂട്ടത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആട്ടിൻപറ്റം കാണാമറയത്ത് ആയിട്ടുണ്ടാകും. എങ്ങോട്ട് പോകുമെന്നറിയാതെ പാപത്തിൻ്റെ കരകാണാ കടലിൽ ഉഴലുന്ന മനുഷ്യൻ്റെ സ്ഥിതിയും കൂട്ടം വിട്ടുപോയ ആടിൻ്റെ സ്ഥിതിയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. തിരിച്ച് കൂട്ടായ്മയുടെ സുരക്ഷയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിത്യനാശത്തിലായിരിക്കും രണ്ടാളുടെയും യാത്ര അവസാനിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം: ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നീതിമാന്മാരെ തേടിയല്ല, പാപം ചെയ്ത് ദൈവിക സംരക്ഷണത്തിൽ നിന്നും അകന്നുപോയ പാപികളെ തേടിയാണ്. രക്ഷകനായ യേശുവിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി തിരികെ കണ്ടെത്തുന്നതുവരെ ദൈവം പാപികളെ അനുദിനം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എത്രത്തോളം വിശുദ്ധമായ ജീവൻ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് ഒരാൾക്കും പാപമെന്ന യാഥാർത്ഥ്യത്തെ പരിപൂർണമായും ഒഴിവാക്കാൻ ആവുകയില്ല. തന്ത്രശാലിയായ ഒരു പാമ്പിന് സമാനമാണ് പാപം. അടികിട്ടിയാൽ കല്ലിനടിയിൽ അനങ്ങാതെ ഒതുങ്ങിക്കൂടുന്ന പാമ്പ് ചത്തുവെന്ന് തെറ്റിദ്ധരിക്കുന്നവർ വളരെയാണ്. നമ്മുടെ ഒരു പ്രവൃത്തി പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്നും ലഭിച്ചിരുന്ന സുഖങ്ങൾ മറ്റു പ്രവൃത്തികളിൽ തേടാനുള്ള പ്രവണത നമ്മിലുണ്ട്. മാരകപാപങ്ങൾ ചെയ്യാത്തത് മൂലം താൻ പാപമൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്ന വ്യക്തി ലഘുപാപങ്ങൾ ആത്മാവിന് നൽകുന്ന പ്രഹരങ്ങളെ അവഗണിക്കുന്നു. മാരകപാപത്തിന് അടിമയായ വ്യക്തി തന്നെ പൂർണ്ണമായും ദൈവകൃപകളിൽ നിന്നും അകറ്റുന്നുവെങ്കിൽ ലഘുപാപങ്ങൾ നമ്മിലേക്ക് ഒഴുകുന്ന കൃപകളെ ഭാഗികമായി തടസ്സപ്പെടുത്തുന്നു. വളരെ കാലം ലഘുപാപങ്ങളെ ലാഘവമായി എടുത്താൽ ക്രമേണ അവ നമ്മെ മാരകപാപങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് വരാം. എല്ലാ ദിവസവും നമ്മുടെ മനസ്സാക്ഷിയെ പരിശോധിച്ചും പതിവായി കുമ്പസാരമെന്ന കൂദാശയിൽ പങ്കെടുത്തും നമുക്ക് പാപം ചെയ്ത് കൂട്ടം വിട്ടു പോകാനുള്ള നമ്മുടെ പ്രവണതയെക്കുറിച്ച് ബോധ്യമുള്ളവരായി ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ മാത്രമേ കൂട്ടം തെറ്റിയവരെ അന്വേഷിച്ചു വരുന്ന നല്ല ഇടയനായ ഈശോയുടെ ശബ്ദത്തിനായി സദാ ചെവിയോർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നല്ലിടയനായ ഈശോയെ പാപത്തിൻ്റെ ഇരുളിൽപ്പെട്ട് വഴിതെറ്റി കൂട്ടം വിട്ടുപോയ ഓരോ മനുഷ്യരെയും തേടിയിറങ്ങിയ ദൈവപുത്ര, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് അങ്ങയുടെ തോളിലേറി സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനുള്ള കൃപകൾ ഓരോ മക്കൾക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.